ഭൗതികം അബൗദികം എന്ന വിഷയത്തിലാണ് അദ്ദേഹം സമർത്ഥിച്ചത്. രണ്ടും എന്താക്കാൻ പാടില്ല, അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കന്മാരോട് ചോദിക്കുന്ന വിഷയമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ അബൗദികമായ സ്വർഗം വരെ ചോദിക്കാൻ പാടില്ല. അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് റബീ റളിയല്ലാഹു അൻഹു അബൗദികമായ രൂപത്തിൽ എന്നുള്ള സ്വർഗ്ഗം ഇരുന്ന് കിട്ടാന്നല്ല, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, എനിക്ക് സ്വർഗത്തിൽ അങ്ങയോടൊപ്പം എന്താക്കണം അസ്അലുക, ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്നു. ചോദിച്ചത് എന്താന്ന് മറ്റൊന്നും ഇവിടെ വിശദീകരിക്കണ്ട, ചോദിക്കാൻ പറ്റുമോ പറ്റൂലേ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താക്കണ്ടേ, നമുക്ക് ചോദിക്കണ്ടേ സഹോദരൻ പറയും. പിന്നെ ഈ മൈക്ക് പിടിക്കണം, മൈക്ക് ഇയാൾ പിടിക്കുന്ന നേരത്തെ ഉണ്ട്, ഞാൻ നേരത്തെ ശ്രദ്ധിക്കുന്നുണ്ട് ഇയാളെ പിടിക്കുന്ന നിങ്ങൾ പറയുന്ന അവസരം തന്നാൽ ചോദിക്കാന്ന് നിങ്ങൾ പറയുന്നത്, മൈക്ക് പിടിക്കുന്നത് ബാക്കിന്ന്. പിന്നെ എന്ത് നമ്മൾ ചോദിക്കല്, ഫിൽ ജന്ന, അങ്ങയോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ ഞാൻ ചോദിക്കുന്നു. ഭൗതികമല്ല, സ്വർഗം കൊടുക്കേണ്ടത് അള്ളാഹു താലയാണ്. റസൂലുള്ളാഹിനോട് നേരിട്ട് ചോദിക്കുന്നു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. അതിനുശേഷം മറുപടി ഒന്നും പറഞ്ഞിട്ട് ഇവിടെ തട്ടിപ്പാക്കാൻ നിൽക്കണ്ട. മറുപടി എന്തൊന്നും അല്ല, ചോദിക്കാൻ പറ്റുമോ പറ്റൂലേ. സ്വർഗം അബൗദികമായ രൂപത്തിലുള്ളതാണ്, അത് ചോദിക്കാൻ പറ്റുമോ പറ്റൂലേ. റസൂലുള്ളാഹിന്റെ അടുത്ത് റബീ റളിയല്ലാഹു അൻഹു അങ്ങനെ ചോദിച്ചതായി നമ്മൾ കാണുന്നുണ്ട്. ഇതിനെ കുറിച്ച് നിങ്ങളുടെ മറുപടി ഞാൻ നേരത്തെ 4 രൂപത്തിൽ പറഞ്ഞു. അഭൗതികമായ കാര്യത്തിന് ഭൗതികമായ മാർഗം തേടുക എന്ന് പറഞ്ഞു. അതാണ് റബീഅത്ത് ചോദിച്ചത്. ഞാൻ ഉദാഹരണം പറഞ്ഞു. ഉസ്താദിന്റെ അടുത്ത് ഈ സ്ഥലം പറഞ്ഞു, ഉസ്താദിന്റെ അടുത്ത് ഒരാൾ വന്നു, എനിക്ക് ഉസ്താദ് സ്വർഗത്തിൽ പോകണമെന്ന് പറഞ്ഞു. നിങ്ങൾ അതിന്റെ വഴിയും പറഞ്ഞു കൊടുത്തു. ഇത് അഭൗതികമായ കാര്യം ഭൗതികമായ പരിഹാരം ആവശ്യപ്പെടലാണ്, അത് പറ്റുന്നത്. അതാണ് റബീഅത്ത് ചോദിച്ചത്. മറുപടി പറഞ്ഞ് പറ്റിക്കാക്കേണ്ട മറുപടി ഞാൻ മറുപടി ഇല്ല. നീ കേൾക്കണല്ലോ. അതായത് റബീഅത്ത് ബിൻ കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം തൊബറാനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം മുൻദിരി തർഗീബ് തർഹീബിലും ഉദ്ധരിച്ചിട്ടുണ്ട്. ഹദീസ് സ്വഹീഹാണ്. റബീഅത്ത് ബിൻ കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു നബിയുടെ സേവകനാണ്. നബി തങ്ങൾക്ക് എല്ലാ ഹിദ്മത്തും ചെയ്യും. വെള്ളം കൊണ്ടുപോയി കൊടുക്കും, നബിക്ക് സേവനങ്ങൾ ചെയ്യും. അങ്ങനെ റബീഅത്തിന്റെ ഈ ഒരു സേവന മനസ്സ് കണ്ടപ്പോൾ ഒരിക്കൽ നബി തങ്ങൾ പറഞ്ഞു, സൽ യാ റബീഅ, നീ ചോദിച്ചോ. അപ്പൊ റബീഅത്ത് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ഞാനൊന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഏതു കാര്യം കിട്ടിയാലും അതൊക്കെ കഴിഞ്ഞു പോകും, തീരാത്തത് പരലോകമാണ്. അപ്പൊ എനിക്ക് അതാവട്ടെ ചോദ്യം. അങ്ങനെ അദ്ദേഹം ചോദിച്ചു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ സ്വർഗത്തിൽ എനിക്ക് അങ്ങയോടൊപ്പം കൂട്ടുകാരനായി ഉണ്ടാവണം എന്ന് ഞാൻ ചോദിക്കുന്നു. അഭൗതികമായ കാര്യത്തിന് ഭൗതികമായ പരിഹാരമാണ് ചോദിച്ചത്. അപ്പൊ നബി തങ്ങൾ പരിഹാരം പറഞ്ഞു കൊടുത്തു. ആദ്യം നബി തങ്ങൾ ചോദിച്ചു, അബഗൈറദാലിക, അതല്ലാത്ത വേറൊന്നും ചോദിക്കാനില്ലേ? ഇല്ല, അതെന്നെ മതി. അപ്പൊ പരിഹാരം പറഞ്ഞു കൊടുത്തു, അഇന്നി അലാ ദാലിക ബികസ്റത്തി സുജൂദ്, നീ സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് നീ എന്നെ അതിൽ സഹായിക്കുക. ധാരാളം നിസ്കരിച്ചോ, സുജൂദ് വർദ്ധിപ്പിച്ചോ, എന്നാൽ സ്വർഗത്തിന്റെ കൂടെ കൂടാം. ഇതാണ് വഴി. അത് ഉസ്താദ് പറയാൻ മറുപടി. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ മറുപടി ഒന്നും പറഞ്ഞ് തട്ടിപ്പാക്കണ്ടാണ്. നബി തങ്ങൾ പറഞ്ഞ മറുപടിയാണ് ഇമാം മുസ്ലിം ഉദ്ധരിച്ചു. ഇത് തന്നെ ഇമാം മുൻദിരി ഉദ്ധരിച്ചപ്പോൾ ആ റിപ്പോർട്ട് കുറച്ചുകൂടി അധികമുണ്ട്. അവിടെ കാണാം അദ്ദേഹം പറയും, ഞാൻ ചിന്തിച്ചു, അപ്പം എനിക്ക് മനസ്സിലായി ദുനിയാവെല്ലാം അവസാനിക്കും, പരലോകം ബാക്കിയാവും. അപ്പം ഞാൻ നബിയോട് പറഞ്ഞു, എനിക്ക് കുറച്ച് സമയം വേണം, ആലോചിച്ച് വന്നു. എന്നിട്ട് ചോദിച്ചു. അപ്പം ചോദിച്ചെന്താ, നബിയെ താങ്കളോട് ഞാൻ ചോദിക്കുന്നു, അന്തദുഅ, നബിയെ താങ്കൾ ദുആ ചെയ്യണം ലീ, എനിക്ക് വേണ്ടി. എന്തിന്? അൻ യുദ്ഖിലനി അൽ ജന്ന, എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം. വയുൻജിയനി മിനൻ നാർ, നരകത്തിൽ രക്ഷപ്പെടുത്തുകയും വേണം. അതിനു വേണ്ടി എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനായി നബിയെ താങ്കൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അപ്പം നബി തങ്ങൾ പറഞ്ഞു, ഇന്നി ഫാഇലുൻ, ഞാൻ ചെയ്യാം. ദുആ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്യാം. ഇതാണ് സംഭവം. നബി തങ്ങൾ ഇന്ന് വന്ന് എന്നോട് ചോദിക്കുകയാണ്, സെൽ ചോദിച്ചോ എന്ന് പറഞ്ഞാൽ ഇതേ ചോദ്യം ഞാൻ ചോദിക്കും. നബി തങ്ങൾ ഇപ്പൊ വന്ന് നമ്മളടുത്ത് വന്നിട്ട് പറയാണ്, സെൽ നിങ്ങൾ ചോദിച്ചോളൂ, നിങ്ങൾ ചോദിക്കാം. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഇവിടെ അധ്യക്ഷൻ പറഞ്ഞു, നിങ്ങൾ ചോദിക്കാം. നിങ്ങൾ ചോദിച്ചു, ഈ ചോദ്യം ചോദിക്കാൻ പറ്റുമെന്ന്. ഇതുപോലെ നബിയും സ്വഹാബിയും തമ്മിലുണ്ടായ ഒരു സംഭാഷണമാണ്. രണ്ടുപേരും തമ്മിൽ വർത്തമാനം പറയുന്നു, കാര്യം ചോദിക്കുന്നു. ഇതാണ് സംഭവം. ഇത് നമ്മളൊക്കെ സാധാരണ ചെയ്യാറുമുണ്ട്. ഇപ്പൊ ചെറിയ ഉദാഹരണം കൂടി പറയാം. ഗൾഫിൽ നിന്ന് വരുന്നൊരു പേരമകൻ വല്യമ്മക്ക് ഫോൺ വിളിക്കുക, വല്യമ്മ ഞാൻ വരുന്നത്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? വല്യമ്മ പറയാം, എന്താ മോനെ, എനിക്കൊന്നും വേണ്ട, ഈമാൻ കിട്ടി മരിച്ചാൽ മതി. എന്നാലും വല്യമ്മ വേറെന്തെങ്കിലും, എനിക്കൊന്നും വേണ്ട, ഈമാൻ കിട്ടി മരിച്ചാൽ മതി. അത് എനിക്കും വേണ്ട, നിങ്ങൾ ദ്വാരിക്കുക, ഞാനും ദ്വാരിക്കാം. അഭൗതികമായ കാര്യം ചോദിച്ചു, ഈമാൻ കിട്ടാൻ വേണ്ടി ചോദിച്ചു, ശിർക്കാണോ ചോദിച്ചാലോ? ശിർക്കല്ല. ഇതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പൊ സ്വർഗത്തിൽ താങ്കളോടൊപ്പം കൂട്ടുകാരനാവണം,
വേറൊന്നും വേണ്ട നബി. ഇതല്ലാത്ത ദുന്യാവിലെ വല്ലതൊക്കെ നബി ഉദ്ദേശിച്ചു. അല്ല, എനിക്കിത് മതി എന്നാ സുജൂദ് വർദ്ധിപ്പിക്കുക. അഇനി അലാ ദാലിക ബികസ്റത്തി സുജൂദ്, സുജൂദിനെ വർദ്ധിപ്പിക്കുക. അപ്പൊ അഭൗതികമായ കാര്യത്തിന് ഭൗതികമായ പരിഹാരം തേടലാണെങ്കിൽ കുഴപ്പമില്ല, ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരോട്. ഭൗതികമായ കാര്യത്തിന് അഭൗതിക പരിഹാരമാണെങ്കിലോ അത് പറ്റൂല. കാര്യം ഭൗതികമാണ്, പക്ഷെ പരിഹാരം ഭൗതികമാണ്. കടം വീടുക ഭൗതികമായ കാര്യമാണ്. ആ കടം വീടാൻ വേണ്ടി ഭൗതികമായ പരിഹാരമുണ്ട്. അതെന്താ? കുറച്ച് തൽക്കാലം സംഭാവന തരുമോ, ഹദിയ തരുമോ, തൽക്കാലം വായ്പ തരുമോ, എനിക്ക് വലിയ കടമുണ്ടത് വീട്ടാനാണ്. അത് ഭൗതികമായ കാര്യം, ഭൗതികമായ പരിഹാരമാണ്. പഠിച്ചോനെ ഞാൻ വലിയ കടത്തില റബ്ബേ എന്നെ കടം വീട്ടി തരണേ, ഭൗതികമായ കാര്യത്തിന് അഭൗതികമായ പരിഹാരം പ്രതീക്ഷിക്കുകയാണ്. അത് നബിയോട് പറ്റോ, അത് വലിയോട് പറ്റോ, അത് ആരോടും പറ്റില്ല. അതാണ് വ്യത്യാസം. പിന്നെ ഒറ്റ കാര്യം നേരത്തെ യൂസുഫ് മുസ്ലിം ചോദിച്ചപ്പോൾ അവസാനം അദ്ദേഹം പറഞ്ഞ ഒരു സംഭവം ദാവൂദ് നബിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അവിടെ തന്നെ കുറേ പാഠമൊക്കെയുണ്ട്. മലക്ക് മനുഷ്യരൂപത്തിൽ വന്നു എന്ന് ചോദിച്ചു. ആ വന്നത് മലക്കാണെന്ന് പോലും ദാവൂദ് നബിക്ക് മനസ്സിലായില്ല. ഇരുമ്പ് വളക്കാളം മുഴുജത്ത് കിട്ടിയ ദാവൂദ് നബിക്ക് മനസ്സിലായില്ല ഈ വന്നത് മലക്കാണ്. മുഴുജത്ത് വിറ്റ് പൈസ ഉണ്ടാക്കാൻ, അതിനിപ്പോൾ ഇവിടെ കലാമത്ത് വിറ്റ് പൈസ ഉണ്ടാക്കാൻ തെളിവാക്കുമെന്ന് എനിക്കറിയില്ല. അധ്വാനിച്ച് ജീവിക്കാനാണ് ഉപയോഗിച്ചത്. അതിന് അള്ളാഹ് ഒരു മുഴുജത്ത് നൽകി. ആ മുഴുജത്ത് എന്താണ്? കീഴ്പ്പെടുത്തി കൊടുത്തു. അത് ഉപയോഗപ്പെടുത്തി. അതിന് വിശദാംശങ്ങളൊക്കെ നമ്മൾ പറയുകയും ചെയ്തു. ഏതായാലും അൽഹംദുലില്ലാ നമ്മൾ ഇങ്ങനെ വെറുതെ വാദിച്ചും ജയിച്ചും നല്ല പോകണം. നമ്മളെ സംബന്ധിച്ച് എനിക്ക് അള്ളാഹ് മതി എന്ന് തീരുമാനിച്ചാൽ എത്ര എളുപ്പമാണ്. എൻ്റെ തേട്ടമെല്ലാം റബ്ബിനോട്, ഹസ്ബി അല്ലാഹ്, എനിക്ക് അള്ളാഹ് മതി, ആ റബ്ബിനോടെ തേടുള്ളൂ എന്ന് തീരുമാനിച്ചാൽ എത്ര എളുപ്പമുണ്ട്. ഇങ്ങനെ വളഞ്ഞു പിരിഞ്ഞ് വ്യാഖ്യാനിച്ച് ഒപ്പിച്ച് കൊണ്ടുവന്നിട്ട് സ്ഥാപിക്കേണ്ട വലിയ കാര്യമുണ്ടോ? മനുഷ്യൻ്റെ സൃഷ്ടാവിനോട് ചോദിക്കുക, സൃഷ്ടാവിനോട് തേടുക എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ അല്ലേ? അതിന് തെറ്റിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ആണല്ലോ ഇപ്പം അതൊക്കെ. ഞാൻ നേരത്തെ 10 അപകടം പറഞ്ഞു. ഒന്നാമത്തെ കാര്യം പടച്ചുവെന്ന് അകറ്റി പടപ്പിലേക്ക് അടുപ്പിച്ചു. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. കണ്ടങ്ങൾ പടപ്പിലേക്ക് അടുപ്പിക്കാനാണ് ഈ ന്യായങ്ങളൊക്കെ. അത് വേണ്ട, പടച്ചറബിലേക്ക് അടുക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വീണ്ടും പറഞ്ഞത് തന്നെയാണ്. അസ്അലുക തങ്ങളോട് ചോദിക്കുന്നു, അതൊന്നല്ല, തങ്ങളോട് ചോദിക്കുന്നു, പ്രാർത്ഥിക്കുന്നുമല്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുമല്ല, തങ്ങളോട് ചോദിക്കുന്നു. ഭൗതികമല്ല, അഭൗതികമായ കാര്യം, സ്വർഗത്തിൽ കടക്കൽ ഇടുന്ന് കിട്ടുന്ന സംഭവമല്ല. അത് റസൂലുള്ളാഹിനോട് ചോദിക്കുന്നു. അപ്പൊ റസൂലുള്ള എന്താ പറയണ്ടേ? നീ ചോദിക്കല്ലേടാ, അത് ശിർക്കാണ്, നീ ചോദിച്ചല്ല, നീ ചോദിക്കാൻ പാടില്ല, അത് ശിർക്കാണ്. റസൂലുള്ള പറയേണ്ട അതല്ല മറുപടി. ചോദിക്കാൻ പറ്റുമോ പറ്റൂലേ എന്നാണ് എന്റെ ചോദ്യം. അഭൗതികമായ സഹായം ചോദിക്കാൻ പറ്റൂല എന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞു. റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് റബീഉ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു. ഇത് നമ്മൾ ഹദീസിൽ കാണുന്നു. അപ്പൊ റസൂലുള്ളാഹിന്റെ അടുത്ത് റസൂലുള്ളാഹിന്റെ അടുത്ത് സഹാബത്ത് ഈ വിഷയം അവതരിപ്പിച്ചപ്പോ റസൂലുള്ള പറയേണ്ട ശിർക്ക് എന്ന് പറയുന്നതിന് പകരം എന്താ, സുജൂദ് ചെയ്തിട്ട് എന്താക്കണം, അതിൽ എന്നെ സഹായിക്കണം എന്ന് റസൂലുള്ളാഹിന്റെ മറുപടി അല്ലേ? ശിർക്കല്ല, അഞ്ഞ് ചെയ്തൊക്കെയല്ല, അത് ശിർക്കാണ്. മുജാഹിദ് മൗലവി പറഞ്ഞു തന്നിട്ടേ ഇതത് ശിർക്കാണ്, അഭൗതികമായ സഹായം ചോദിക്കാൻ പറ്റൂല. ഒരു മനുഷ്യനോട് റസൂല് ജീവിതത്തിൽ തന്നെ പറഞ്ഞിരുന്നു. റസൂല് ജീവിതത്തിൽ തന്നെ ചോദിക്കാൻ വേണ്ടി എന്താക്കുന്നത് അത് പറയുന്നു. പിന്നെ എങ്ങനെ നമ്മൾ പറയും അഭൗതികമായ രീതിയിൽ സ്വർഗം ചോദിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അഭൗതികമായ രീതിയിലുള്ള വിഷയങ്ങൾ ചർച്ച. അതന്നെയാണ് നേരത്തെ അദ്ദേഹം പറഞ്ഞത്. മുഅജിസത്ത് എന്നുള്ള പിന്നെ എന്തിനും ഇതാക്കിനി ചോദ്യം കുറയ്ക്കുന്നത് അല്ല, എന്തിന് നിങ്ങൾ മുഖാകെ വന്നിട്ട് 4.5 മണിക്കൂർ 5 മണിക്കൂർ നിങ്ങൾ പ്രസംഗിച്ച് ഞമ്മക്ക് ചോദിക്കാനുള്ള അവസരം ചോദ്യം കുറക്ക്. എന്തത് ഇത് മുഖാമുഖാന്ന്? എന്തിനിത് ഞമ്മ ചോദിക്കാൻ വേണ്ടി നിങ്ങൾ വിടണ്ടേ? എന്നതിന് ഉള്ള ഉത്തരം പറഞ്ഞു. അതിനെന്നെ ഞാൻ മറുചോദ്യം ചോദിക്കുന്നത്. അസ്അലുക തങ്ങളോട് ചോദിക്കാൻ പറ്റൂല, നിങ്ങൾ വാദം നടത്തി. ചോദിക്കാൻ പറ്റുമോ പറ്റൂലേ? റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് ചോദിച്ചപ്പോ റസൂലുള്ള ശിർക്ക് എന്ന് പറഞ്ഞിട്ട് അഭൗതികമായ കാര്യങ്ങൾ ശിർക്കെന്നാ പറയുന്നത്. നിങ്ങളെ വാദമെല്ലാം ഞാൻ എല്ലായിടത്തും അഭൗതികമായ പിന്നെ ഇത് ശിർക്കാണെങ്കിൽ റസൂലുള്ള അത് ശിർക്ക് എന്നല്ല പറയേണ്ടത്. സ്വർഗത്തെ നിങ്ങൾ പറയും ദ്വാരക്കാൻ പറഞ്ഞു, നിങ്ങൾ ഇവരെ പറ്റിച്ചാൽ മതി. അതോന്ന് അല്ലെ, അസ്അലുക തന്നെ അതുമായിരിക്കും അവിടെ പറഞ്ഞത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ. അതുകൊണ്ട് അഭൗതികമായ രീതിയിലുള്ള സഹായം റസൂലുള്ളാഹിന്റെ സഹാബത്ത് റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്ന് ചോദിച്ചപ്പോ റസൂലുള്ള അതിനെന്തായിട്ടില്ല, ഒരു നോ ഒബ്ജക്ഷൻ പറയാത്തത് കൊണ്ട് അത് ശിർക്കാണെങ്കിൽ റസൂലുള്ള ആണ് ഇസ്ലാം മതം പഠിപ്പിക്കാൻ ഇവിടെ വന്നത്. ആ നബി പറയാത്ത ഒരു സംഗതി പിന്നെ ഞങ്ങ വന്നിട്ട് പറയുന്നത് അത് ശിർക്കാണെന്ന് പറഞ്ഞാൽ ഞമ്മ പൊട്ടന്മാരായിരിക്കണം ആദ്യം. അതുകൊണ്ട് അതിന് ആദ്യം മറുപടി അറിയാം. നീ കേൾക്കി കേട്ടില്ല, അതാണ് പ്രശ്നം. കേട്ടിട്ടില്ല, അതാണ് പ്രശ്നം. നിങ്ങൾ ഹദീസിനെ പരിഹസിക്കൂല. ഹദീസിൽ വന്ന വാചക ഞാൻ പറഞ്ഞത്. ഇവിടെ അഭൗതികമായ മാർഗത്തിൽ തേടിയിട്ടില്ല, ചോദിച്ചിട്ടില്ല. റബീഅത്തും ചോദിച്ചിട്ടില്ല. റബീഅത്ത് ചോദിച്ച ചോദ്യം നമുക്കും ചോദിക്കാം. ഞങ്ങത്തെ പറഞ്ഞു എപ്പോ നബി ഇപ്പൊ വരികയാണ് സെൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കും. അത് പറഞ്ഞില്ലേ? നിങ്ങൾ കേട്ടില്ല. നബി ഞങ്ങൾ ഇപ്പൊ വരുന്നു, നമ്മോട് പറഞ്ഞു സെൽ, നീ ചോദിച്ചോ. നമ്മൾ എന്താ ചോദിക്കാള്? റസൂലേ എനിക്ക് സ്വർഗത്ത് നിങ്ങളെ കൂടെ കൂടണം എന്ന് ചോദിക്കാനുള്ളത് ഒരു സംശയമില്ല. അത് ശിർക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആദ്യം വിശ്വസിച്ച് വെച്ചു ഇതൊക്കെ ശിർക്ക നമ്മൾ പറയുന്നുണ്ട്. അത് നിങ്ങളെ വിശ്വാസമാണ്, നമ്മളത് പറഞ്ഞിട്ടില്ല. ഈ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഇവിടെ ഭൗതികമായ പരിഹാരമാണ് ചോദിച്ചത്.
ഭൗതികമായ പരിഹാരമാണ് ചോദിച്ചത്. ആ പരിഹാരം നബി പറഞ്ഞു കൊടുത്തു. 2 വഴിക്ക് ഇതാ ശ്രദ്ധിക്കില്ല, ഇവിടെ പറയുമ്പോൾ വേറെ വർത്താനം എന്താ പത്, ഇത് എന്താ അർത്ഥമുള്ളത്? നിങ്ങൾ പറഞ്ഞതന്നെ പറയാം, എനിക്ക് പറയാൻ പാടില്ലാന്നോ? നിങ്ങൾ ആ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറയാം. ഇതിന് ഞാൻ ഉത്തരം പറയുമ്പോൾ തന്നെ പറയുന്ന അറിയാം. ഇത് ശരിയല്ലല്ലോ. ഇതിന് മതി. അതുകൊണ്ടാണ് വേക്കുന്ന പ്രശ്നം ഉണ്ടാക്കുന്നത്. ഓർക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് മനസ്സിലായ സംഗതി പ്രശ്നമാണ്. ഇത് മനസ്സിലായാൽ പിന്നെ അധ്വാനിക്കാൻ പറ്റും. ദാവൂദ് നബി അധ്വാനിച്ച പോലെ അധ്വാനിക്കേണ്ടി വരും, അത് പ്രശ്നമാണ്. ഇപ്പം അധ്വാനിക്കാതെ ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ ദാവൂദ് നബിയെ പോലെ അധ്വാനിക്കേണ്ടി വരും, അത് പ്രശ്നമാണ്. ആവട്ടെ, അപ്പൊ ഏതായിരുന്നാലും ദുആ ചെയ്യാൻ പറഞ്ഞതും ഹദീസിൽ വന്ന വാക്ക് തന്നെയാണ്. ദുആ ചെയ്യാൻ പറഞ്ഞു എന്നത് ഹദീസിൽ വന്നത് തന്നെയാണ്. അതാണ് അസ്അലുക അൻ തദ്ഉവല്ലാഹ ലീ. അത് ഹദീസിൽ വന്ന വാക്കാണ്, എന്റെ വകയല്ല. ഹദീസിൽ ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയും. അസ്അലുക അൻ തദ്ഉവല്ലാഹ ലീ. അല്ലാഹ് റബിയത്ത് ചോദിച്ചത്, നബിയെ താങ്കളോട് ഞാൻ ചോദിക്കുന്നു. എന്ത് ചോദിക്കുന്നു? അൻ തദ്ഉവല്ലാഹ, നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യണം നബിയെ, ലീ എനിക്ക് വേണ്ടി, അൻ യുദ്ഖിലനിൽ ജന്ന വ അൻ യുൻജിയനി മിനൻ നാർ, എന്നെ നരകത്തിൽ രക്ഷപ്പെടുത്തുവാനും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുവാനും വേണ്ടി നബിയെ താങ്കൾ എനിക്ക് വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യണം. ഇത് ഹദീസിലില്ലേ? അപ്പോഴാണ് ഇന്നി ഫാഇലുൻ, ഞാനത് ചെയ്യാം. ഒന്നാമത്തെ റിപ്പോർട്ടിലോ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ താങ്കളുടെ കൂടെ റഫീഖാവണം, കൂട്ടുകാരനാവണം ഞാൻ ചോദിക്കുന്നു. അതിന് അഭൗതികമായ കാര്യത്തിന് ഭൗതികമായ പരിഹാരമാണ് ചോദിച്ചത്. നിങ്ങൾ കേൾക്കി, മറുപടി ഞാൻ പറഞ്ഞോളാം. അഭൗതികമായ കാര്യത്തിന് ഭൗതികമായ പരിഹാരമാണ് ചോദിച്ചത്. അപ്പൊ നബി തങ്ങൾ പരിഹാരം പറഞ്ഞു കൊടുത്തു. എന്ത്? അഇന്നി അലാ ദാലിക ബികസ്റത്തി സുജൂദ്, സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായിക്കുക. ഇതാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അതിൽ ശിർക്കിന്റെ പ്രശ്നമേയില്ല. അത് ശിർക്കേ അല്ല. അഭൗതികമായ മാർഗത്തിൽ ചോദിച്ചിട്ടുമില്ല, ഒരു സ്വഹാബി ചോദിക്കുകയുമില്ല, അങ്ങനെ സംഭവം ഇല്ലതാനും. അതുകൊണ്ട് തന്നെ നബിയും സ്വഹാബത്തും പഠിപ്പിച്ച മാർഗം, ആ മാർഗമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അസ്സലാമു അലൈക്കും.